ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മുതൽ മോളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് വരയ്ക്കുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എണീച്ചു, ബ്രഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ചായ കുടിച്ചു. ഇനി സിറ്റ് ഔട്ട് ഒന്ന് അടിച്ചു വാരിയിട്ടിടുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ സിറ്റ് ഔട്ട് മാത്രം ഒന്ന് അടിച്ചു വാരിയിട്ടിടും, അതേപോലെ തന്നെ ആ സ്റ്റെപ്പ് ഒന്ന് കഴുകിയിട്ടിടും എന്ന് മാത്രമാണ് ഇപ്പോൾ രാവിലെ ചെയ്യുന്നത് കേട്ടോ. ബാക്കിയുള്ള കംപ്ലീറ്റ് ഉള്ളിലൊക്കെ അതൊക്കെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരലും അതുപോലെ തന്നെ ക്ലീനിങ്ങൊക്കെ എല്ലാ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്. ഇത് സിറ്റ് ഔട്ട് മാത്രം പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ കയറി വന്നാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പണിയൊക്കെ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ ഒരുപാട് സമയമാവും, ലേറ്റാവും. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ഞാനൊന്ന് അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി നേരെ കിച്ചണിലേക്ക് പോവാം കേട്ടോ. സാധാരണത്തെക്കാളും ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എണീച്ചത്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡിൽ കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമാണ് മോള് സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് കാര്യങ്ങളൊക്കെ കഴിയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോറ് വയ്ക്കാം കേട്ടോ. ഞാൻ കുക്കറിലാണ് സാധാരണ ചോറ് വയ്ക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് അരി കഴുകിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചോറ് വയ്ക്കാം. നമുക്ക് ലേറ്റായിട്ട് എണീക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആ സ്റ്റവ് ഒഴിവാകാതെ തന്നെ ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് നമുക്ക് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വൈകിട്ട് എണീക്കുന്ന സമയത്ത് അങ്ങനെയാണ്, ഒന്ന് കഴിയുമ്പോഴേക്കും അപ്പം തന്നെ അടുത്തതും അപ്പം തന്നെ വേഗം വയ്ക്കും. എന്നാൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർക്കാനായിട്ട് പറ്റുള്ളൂ. കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചോറാവും കേട്ടോ, അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ ചോറ് പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ഇന്ന് അധികം ആഡംബരങ്ങളൊന്നും ഇല്ല കേട്ടോ. ചോറും ഒരു സാമ്പാറും ദോശയും അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്. കാരണം ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇനി പ്രത്യേകിച്ച് സമ്മന്തി അരയ്ക്കാനുള്ളൊരു ടൈമൊന്നുമില്ല. അതുകൊണ്ട് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ദോശയ്ക്കും കൂടി എടുക്കാമല്ലോ എന്നുള്ള ധാരണയിൽ അപ്പം നീ അടുത്തത് സാമ്പാറാണ് കേട്ടോ വയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് മറ്റേ സ്റ്റവ് അവിടെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ നമുക്കതിലേക്ക് പരിപ്പ് വേവിച്ചെടുക്കാം കേട്ടോ. കഷ്ണങ്ങളും പരിപ്പും എല്ലാം കൂടി ഇട്ടിട്ട് വേവിക്കുന്നില്ല കേട്ടോ. ആദ്യം പരിപ്പ് മാത്രമാണ് വേവിച്ചെടുക്കുന്നത്, അതിന് ശേഷമാണ് കേട്ടോ കഷ്ണങ്ങളൊക്കെ ഇടുന്നുള്ളൂ. അപ്പോൾ പരിപ്പിടാനായിട്ട് നോക്കിയപ്പോഴാണ് കേട്ടോ അതിൽ പരിപ്പ് കാലിയായിട്ടുണ്ട്. ഇതെപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ്. ഏറ്റവും എനിക്ക് ദേഷ്യം വരുന്നൊരു സംഭവമാണ് കേട്ടോ. കാരണം അത്യാവശ്യമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാവും അത് ഡപ്പ തുറന്നത് ഇടാൻ നോക്കുന്ന സമയത്ത് അതിൽ സാധനങ്ങൾ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടാവും, അതിലുണ്ടാവില്ല. അപ്പോൾ അത് കാരണക്കാരി നമ്മൾ തന്നെയാണ്. കാരണം അത് കഴിയാറാകുമ്പോൾ തന്നെ അതിൽ നിറച്ച് വെക്കണം എന്ന് വിചാരിക്കും, പിന്നെ അങ്ങ് വിട്ടു പോവും. പിന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് എടുക്കാൻ നോക്കുമ്പോഴാവും അതിൽ കാലിയായിട്ടുണ്ടാവുക. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് പുതിയ പാക്കറ്റ് ഉണ്ടാവുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അത് ഞാൻ പൊട്ടിച്ചിട്ടു. അപ്പോൾ ഇനി പരിപ്പ് നമുക്ക് കഴുകിയിട്ട് അതൊന്ന് ആ കുക്കറിൽ ഇട്ടിട്ട് അതൊന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് രണ്ടും ഒന്ന് വെന്ത് വരട്ടെ, അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നോക്കാമല്ലോ. അപ്പോൾ 2 സ്റ്റൗവും ഇപ്പോൾ ഓണിലാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ അത് അപ്പോഴേക്കും അപ്പുറത്തിരുന്ന് നമുക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് മുരിങ്ങക്കായ കൊണ്ടാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടിയിട്ടുള്ള ഒരു സാമ്പാറാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും അത് ഫ്രഷായിട്ട് മേടിച്ച് കൊടുന്ന് വയ്ക്കും. അത് നല്ല ഫ്രഷായിട്ടുള്ള കടയിൽ നിന്ന് പോയി നല്ല ഫ്രഷായിട്ട് മേടിച്ച് കൊടുന്ന് വയ്ക്കും കേട്ടോ. പക്ഷേ അത് ഉണ്ടാക്കുന്നത് അത് ഒരുപാട് വാടി ഒക്കെ ഇതായ ശേഷമായിരിക്കും പിന്നെ കറി വെക്കാനായിട്ട് പറ്റുന്നത്. കാരണം ഇന്ന് പച്ചക്കറി കൊണ്ടുവന്ന് വെച്ചാലും അപ്പോഴേക്കും വേറെ എന്തെങ്കിലും ഉണ്ടാവും, ഫിഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതെടുത്ത് ഉണ്ടാക്കും. ഇതങ്ങനെ ഇരിക്കും. പിന്നെ ഒന്നും ഇല്ലാത്തപ്പോൾ ഇത് ചെന്ന് നോക്കുമ്പോഴേക്കും അതെല്ലാം വാടാറായിട്ടുണ്ടാവും. എന്തായാലും ഇന്നും അത് കേടുവരാറായിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനിപ്പോൾ അതൊന്ന് ചിലവാകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വേഗം എടുത്ത് സാമ്പാർ വയ്ക്കുന്നത്. അപ്പോൾ മുരിങ്ങക്കായ, ഉരുളക്കിഴങ്ങ്, അതുപോലെ തക്കാളി, സവോള അതൊക്കെ നമുക്ക് അത് രണ്ടും വെന്ത് വരുമ്പോഴേക്കും നമുക്കിതൊക്കെ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ റെഡിയാക്കി വെക്കാം കേട്ടോ. ഇതേട്ടോ കഷ്ണങ്ങളൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി വേണം കേട്ടോ. അപ്പോൾ നമുക്കതും കൂടെ വേഗം ഒന്ന് ചിരകി വയ്ക്കാം. പരിപ്പ് വേകുമ്പോഴേക്കും നമുക്കിത് ഇതെല്ലാം ഒന്ന് കഴിപ്പിച്ചിട്ട് വെക്കാം കേട്ടോ. അതിന് തേങ്ങയും കൂടി കുറച്ചെടുത്തിട്ട് അതും കൂടി ചിരകി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് അത്രയ്ക്കൊന്നും സുഖമില്ലാത്തൊരു ദിവസമാണ്. കാരണം മോൾക്ക് ആദ്യം ഒന്ന് പനി വന്നു, ആളൊന്ന് ഭേദമായി കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ഇന്ന് വലുതായിട്ട് സുഖമില്ല. ചെറുതായിട്ടുള്ള അതിൻ്റെ ഒരു തുടക്കം പോലെ വലിയൊരു സുഖമില്ല. അതുകൊണ്ടാണ് ഒന്ന് കുറച്ച് ലേറ്റായി എണീക്കാനായിട്ട്. പക്ഷേ കേട്ടോ നമുക്ക് ചോറായിട്ടുണ്ട്, ഒരു വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ഇട്ടിട്ട് വാർക്കാം. ഇനി നമുക്ക് ആ സ്റ്റവ് ഒന്ന് ഒഴിവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാം.
ഞാൻ ഇന്നലെ കുറച്ച് ബീട്രൂട്ട് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് വേഗം എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കാം. ഞാൻ അതിലേക്കുള്ള ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകൊന്നും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചീഞ്ചട്ടി ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊക്കെ കൂടി താളിച്ചിട്ട് അത് ഇന്നലെ വേഗം കട്ട് ചെയ്ത് വെച്ച കാരണം ഇനിയിപ്പോൾ അത് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് വേഗം അതെടുത്തിട്ട് വേഗം ഉപ്പേരി ഉണ്ടാക്കി വെക്കാം. ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ രാവിലെ അത് കട്ട് ചെയ്യാനൊന്നും അധികം നിൽക്കാറില്ല കേട്ടോ. അത് അങ്ങനെയുള്ള ദിവസങ്ങളിൽ തലേന്ന് തന്നെ അതെല്ലാം വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കും. സാമ്പാറല്ല, ഉപ്പേരിക്കുള്ള വെജിറ്റബിൾസ്, അങ്ങനെയുള്ള അവിയൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനുള്ള വെജിറ്റബിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ രാവിലെ അതിന് പിന്നെ മെനക്കെടേണ്ട ആവശ്യമില്ല. ഇത് ഈ ഉപ്പേരി ഒന്ന് അതിലൊന്ന് ഇട്ടിട്ട് അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് അപ്പുറത്ത് സാമ്പാറിൽ നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഉപ്പേരി ഒന്ന് ഇവിടെ വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇനി അടുത്തത് പരിപ്പ് വെന്തിട്ടുണ്ടാവും. അതിലേക്ക് നമ്മളിപ്പോൾ നേരത്തെ നുറുക്കി വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിവിടെ മല്ലി മുളകൊക്കെ പൊടിപ്പിച്ചാണ് കേട്ടോ വെക്കുന്നത്. അത് പിന്നെ ഒരു 4-5 ദിവസത്തേക്കൊക്കെ ഉള്ളത് ഞാനൊന്ന് ചൂടാക്കി എടുത്ത് വെക്കും. കാരണം രാവിലെ മല്ലിപ്പൊടി മുളക് പൊടിയും കൂടിയിട്ട് ഇങ്ങനെ ചൂടാക്കാനൊക്കെ നിൽക്കാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് ഒരു 3-4 ദിവസത്തേക്കുള്ളത് മാത്രം, കുറേ ചൂടാക്കി വെക്കാറില്ല. ഒരു 3-4 ദിവസത്തേക്കുള്ളത് മല്ലിപ്പൊടി മുളക് പൊടിയും കൂടി ഒന്ന് ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതവിടെ മാറ്റി വയ്ക്കും. അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസം അത് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ അതങ്ങനെ വറുത്തിടുന്നതാണ് കേട്ടോ. ഞാൻ എപ്പോഴും അത് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വണക്കിയിട്ടാണ് അതിലിട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തതിന് ശേഷം കഷ്ണം ഇട്ടിട്ട് അതൊന്ന് വേവട്ടെ കേട്ടോ. ഇപ്പം ഇങ്ങനൊന്നും അധികം ആരും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. കാരണം ആളുകൾക്ക് അധിക സമയമില്ലാത്തത് കാരണം കഷ്ണവും പരിപ്പും എല്ലാം കൂടെ ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് ഒരു ഒറ്റ വിസിലടിച്ചിട്ട് അങ്ങനെ ഒരു സാമ്പാറൊക്കെയാണ് ഇപ്പം അധികം അങ്ങനെ ഉണ്ടാക്കുക. പക്ഷെ അങ്ങനെ ഒരു സുഖമില്ല. അതെല്ലാം കൂടെ കുറേക്കൊന്ന് വെന്തുടഞ്ഞ് അതൊരു ക്ലിയറായിട്ട് അങ്ങനെ കിട്ടില്ല. എനിക്കത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനെല്ലാം ആദ്യം പരിപ്പ് മാത്രം വേവിച്ച് പിന്നെ അത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട്. പക്ഷേ മറ്റേൻ്റെ മാതിരിയല്ല, അത് കുറച്ച് സമയം എടുക്കും കേട്ടോ. മറ്റേതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയും. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പം നമ്മുടെ ചോറിൻ്റെ കാര്യം നമുക്ക് മറക്കണ്ട. അപ്പോൾ ചോറായിട്ടുണ്ടാവും കേട്ടോ. കാരണം 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് വേഗം ആ ചോറൊന്ന് ഞാൻ ചെമ്പിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് വാർത്തിട്ട് അവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചോറായിട്ടുണ്ട്. സാമ്പാർ അവിടെ വേവുണ്ട്, ഉപ്പേരി ഉണ്ട് കേട്ടോ. നമുക്ക് ഉപ്പേരി ഒന്ന് ആയതിന് ശേഷം നമുക്കതൊന്ന് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് ഈ സാമ്പാറിലേക്കുള്ള തേങ്ങയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് വെക്കണം കേട്ടോ. സ്കൂളൊക്കെ ഉള്ളപ്പോൾ രാവിലത്തെ കാര്യം ഒരു പടച്ചിൽ തന്നെയാണ് കേട്ടോ. എല്ലാ വീട്ടിലും രാവിലെ ദേ ഒരു ബഹളമാണ്, രാവിലത്തെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഒരു സമാധാനമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞുണ്ടെച്ചാൽ നമുക്ക് രാവിലെ ആ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നാണ് കഴിയും. അപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോകാനോ അതേപോലെ തന്നെ ബാക്കിയുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ കുറച്ച് സമയം കിട്ടും. ആ സ്കൂളൊന്നും ഇല്ലാത്ത സമയത്ത് പറഞ്ഞാൽ ഇത്ര പെടഞ്ഞിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അപ്പം ഇങ്ങനെ ഓരോന്നും ചെയ്തിട്ട് ആ രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് വരയ്ക്കും ഈ കിച്ചണത്തെ കാര്യങ്ങൾ അങ്ങോട്ട് ഒഴിഞ്ഞു പോവില്ല. അങ്ങനെ ഒരു ഉപദ്രവം കൂടി ഉണ്ട്. അപ്പോൾ നമുക്കിതാട്ടോ ഇപ്പോൾ ഉപ്പേരി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ തന്നെ ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് നമുക്ക് ആ തേങ്ങ ഒന്ന് സാമ്പാറിലേക്ക് ഉള്ളത് വറുത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. വറുത്തരച്ചിട്ടാണ് ഞാൻ എപ്പോഴും വെക്കുക. ഇതിൽ പ്രത്യേകിച്ച് സാമ്പാർ പൊടിയോ അല്ലെങ്കിൽ അങ്ങനെ മറ്റതൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. കായപ്പൊടി ഇടും. അതേപോലെ തന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൽ കുറച്ച് ഉലുവയും കൂടിയും ചേർത്തിട്ട് അരയ്ക്കുക. നല്ല മണവും ഒക്കെ കിട്ടും. പ്രത്യേകിച്ച് സാമ്പാറിൻ്റെ പൊടിയുടെ ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് തേങ്ങയും കൂടി ഒന്ന് വറുത്തിട്ട് അതവിടെ മാറ്റി വയ്ക്കാം. നമുക്ക് ആ തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ കേട്ടോ. അപ്പോഴേക്ക് ഞാനൊരു കുറച്ച് പുളി എടുത്തിട്ട് അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴേക്ക് അതൊന്ന് ഊറി റെഡി ആയിട്ട് വന്നോളും. അപ്പോൾ അതവിടെ കഷ്ണങ്ങളൊക്കെ അവിടെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചിട്ട് അപ്പോഴേക്ക് സെറ്റാക്കിയിട്ട് വെക്കാം. അപ്പോൾ തേങ്ങ അരച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും പുളിയൊന്നും ഇതായിട്ടുണ്ടാവും. അപ്പോൾ പുളിയൊന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഈ തേങ്ങയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഒരുവിധം റെഡി ആയിട്ടോ. ഇനി ദോശയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ഒരുവിധം പണികൾ കഴിഞ്ഞു. ഇതൊന്ന് അരിഞ്ഞ് കിട്ടാൻ ഒരു 5 മിനിറ്റ് എടുക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ മിക്സിയുടെ ജാറിലാണ് ഇപ്പോൾ എല്ലാ പരിപാടികളും ചെയ്യുന്നത്. കാരണം തേങ്ങ അരയ്ക്കുക, അതുപോലെ തന്നെ അരി അരയ്ക്കുക എല്ലാം ഈ ഒരു ഒറ്റ ജാറിലാണ് കേട്ടോ. ചെറിയ ജാറ് കംപ്ലൈൻ്റ് ആയിട്ട് കുറച്ച് ദിവസമായി മഴയൊക്കെ ഇട്ട് അതൊന്നും പോയി പുറത്ത് പോയി ഇതുവരെ ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ കേട്ടോ. തേങ്ങയൊക്കെ അരച്ച് കഴിഞ്ഞു. അതിൻ്റെ മുന്നേ ഞാൻ ഇത്തിരി പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തേങ്ങയും കൂടി ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് സാമ്പാറിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അപ്പുറത്തെ സ്റ്റവ് അവിടെ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. അരയ്ക്കുമ്പോൾ 1-2 ദിവസത്തേക്കുള്ള മാവ് ഞാൻ ഒരുമിച്ച് അരച്ച് വെക്കും കേട്ടോ. എന്നാൽ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. ഇന്നിപ്പോൾ ദോശയാണ് ഉണ്ടാക്കുന്നത്.
അതേപോലെ തന്നെ എന്താട്ടോ അപ്പുറത്ത് നമുക്ക് സാമ്പാറും ആയിട്ടുണ്ട്. അപ്പോൾ അന്ന് പ്രത്യേകിച്ച് വേറെ സമ്മന്തിയും കാര്യങ്ങളൊന്നും അരയ്ക്കുന്നില്ല കേട്ടോ. അന്ന് അധികം സമയമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒരു സമ്മന്തിയും കൂടിയും അരയ്ക്കാറുണ്ട്. ഇന്നിപ്പോൾ തൽക്കാലം സാമ്പാർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ചോറ്, ഉപ്പേരി, സാമ്പാർ, ദോശ എല്ലാം ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് മോളേനെ ഇനി വിളിച്ചുണർത്താനായിട്ട്. അടുക്കളയിലത്തെ എല്ലാം കഴിഞ്ഞിട്ട് വേണം അവളെ വിളിച്ചുണർത്താനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങോട്ട് നീങ്ങണം. അപ്പോൾ ഇനി നമുക്ക് അതൊക്കെ ഒന്ന് അവൾക്ക് ലഞ്ച് ബോക്സിലേക്ക് ആക്കി വെക്കാം കേട്ടോ. അല്ലാതെ ഒന്ന് ഇതാ ചോറ്, സാമ്പാറും ഉപ്പേരിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇത് ഉപ്പേരിയൊക്കെ വല്ലപ്പോഴും ഉള്ളൂ കേട്ടോ. ഞാൻ നിർബന്ധിച്ച് ആഴ്ചയ്ക്ക് ഒരു ദിവസമെങ്കിലും ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അല്ലാത്തപ്പോഴൊക്കെ അവൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ, അതുപോലെ സോയാബീൻ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ ആഴ്ചയ്ക്ക് ഒരു ദിവസമെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കും. ഇതിലത്തപ്പോൾ പകുതിയേ കഴിക്കുള്ളൂ, എന്നാലും വേണ്ടില്ല, അങ്ങനെ ഉണ്ടാക്കി ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വിശേഷവും വിഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബായ്.